ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിപ്പനിയാരം റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പനിയാരം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് പനിയാരത്തിൻ്റെ മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും കിടക്കുന്ന പൊടിയാണേ. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ഗ്ലാസ് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള ഇഡ്ഡലി മാവാണ്. ഒന്നിൽ കൂടുതൽ ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവ് എടുക്കരുത്, അപ്പോൾ പനിയാരത്തിന് നല്ല പുളിയായി പോവും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ 3 അച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് മാവ് മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഈ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ 1/2 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം തിക്കായിട്ടിരിക്കണം, ഓവർ ലൂസായി പോകരുതേ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കൂടി പോകരുത്. കൂടി പോവുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പനിയാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി നമുക്കിതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. കാണാൻ നല്ല മൊഞ്ചുള്ള, കഴിക്കാൻ അതിരുചികരമായിട്ടുള്ള ഈ ഒരു പനിയാരം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാണ്ട് വെച്ചിട്ട് 1 അവറൊക്കെ ആയിട്ടുണ്ട്. മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പനിയാരം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എല്ലാ കുഴികളിലും കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് എല്ലാ കുഴികളിലും കുറേശ്ശെ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പനിയാരം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് നെയ്യും ഓയിലും മാത്രം മതി. ഇനി എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും ഓയിലും കൂടി ചേർത്തുണ്ടാക്കുമ്പോഴാണ് ഈ പനിയാരത്തിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നെയ്യോ ഓയിലോ ഇതിൽ ഏതെങ്കിലും ഒന്നും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നോക്കിയാൽ പനിയാരൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പനിയാരം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇപ്പോൾ ഇതെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പനിയാരം റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ. ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു പനിയാരം ഉണ്ടാക്കി എടുത്തിട്ടുള്ളതല്ലേ. ഒട്ടും പൊട്ടി പോവുകയോ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണമായി ഇല്ലാത്ത വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കയ്യിലെടുത്തിട്ട് നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. നിങ്ങൾക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ടീ സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും ഹാർഡായി പോകുമൊന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ നിങ്ങൾക്ക് ഈ പനിയാരം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കി എന്തോരം പഞ്ഞി പോലെ ഇരിക്കുന്നത്. നമുക്കിത് എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ, അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായ പനിയാരം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.